എല്ലാവർക്കും നമസ്കാരം. മുനമ്പത്തുകാരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ജനതയെ കബളിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഒരു കമ്മീഷൻ നാടകം ഇന്ന് കേരള ഹൈക്കോടതി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഇതെന്താണ് എന്ന് വെച്ചാൽ, മുനമ്പത്ത് വലിയൊരു പ്രശ്നം നടക്കുന്നത് നമുക്കറിയാം. അവിടെ കഴിയുന്ന 600-ലധികം കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിലാണ്. കാരണം അവരുടെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡിൻ്റെ ഒരു ക്ലെയിം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു നിയമ പോരാട്ടം നടക്കുകയാണ്. വഖഫ് ട്രിബ്യൂണൽ അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിനെ പരിഷ്കരിച്ചുകൊണ്ട് ഒരു ഭേദഗതി നിയമം തയ്യാറാക്കുന്നത്. വഖഫ് നിയമത്തിന് നാളിതുവരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന അനിയന്ത്രിതവും അമിതവുമായ സ്വാതന്ത്ര്യമെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ഈ ഭേദഗതിയിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയായിരുന്നു പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും അതേപോലെ തന്നെ കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തുള്ള CPM ഒക്കെ തന്നെ ചെയ്യേണ്ടത്. പക്ഷേ ഈ രണ്ട് പാർട്ടികളും ഈ വഖഫ് ഭേദഗതിയെ എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ എതിർക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് സംസ്ഥാനത്തെ നിയമസഭയിൽ ഒരു പ്രമേയം ഇതിനെതിരെ പാസ്സാക്കുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ മുനമ്പത്ത് ചെന്നതിന് ശേഷം മുനമ്പത്തുള്ള ജനതയുടെ ആവശ്യങ്ങൾക്കൊപ്പമാണ്, അവരുടെ അവകാശങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള പ്രഖ്യാപനവും ഇവർ നടത്തി. ഒരേ സമയം തന്നെ വേട്ടക്കാരനും ഇരയ്ക്കും ഒപ്പം നിലകൊള്ളുന്ന ഒരു സമീപനമാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരും ഭരണത്തിലിരിക്കുന്ന CPM സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ മുനമ്പത്തെ പ്രശ്നം നടക്കുന്ന സമയത്ത് അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ഒരു താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജായിരുന്ന CN രാമചന്ദ്രൻ നായരെ ഈ കമ്മീഷൻ്റെ തലപ്പത്ത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു. എന്നിട്ട് സംസ്ഥാന സർക്കാർ മുനമ്പത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനായി അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തി. എന്നിട്ട് നാളിതുവരെ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന CPMൻ്റെ പ്രതിനിധികളായിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ മന്ത്രിമാരായിക്കോട്ടെ, ഇവർ പറഞ്ഞത് ഈ വിഷയത്തിൽ എന്താണ് കൃത്യമായിട്ടുള്ള പരിഹാരം എന്നതിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്നതിന് ഇവിടെ കമ്മീഷനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ആ കമ്മീഷൻ നാടകമാണ് ഇന്ന് ഹൈക്കോടതി പൊളിച്ചടുക്കിയത്. ഈ കമ്മീഷന് നിയമപരമായി യാതൊരു വിധത്തിലുള്ള സാധുതയുമില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ കമ്മീഷനെ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല എന്നും കേവലം യാന്ത്രികമായി സംസ്ഥാന സർക്കാർ പെരുമാറുകയായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്ന കോടതിയുടെ പരാമർശങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ചെകിട്ടത്ത് കിട്ടിയ അടിയായിട്ട് വേണം കരുതാൻ. കാരണം ഇവിടെ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് ഈ വിഷയത്തിനെ കൊണ്ടുപോകുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും സംസ്ഥാന സർക്കാരിനില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ വഖഫ് നിയമം എന്നത് ഒരു കേന്ദ്ര നിയമമാണ്. ആ നിയമം പാസ്സാക്കിയിട്ടുള്ളത് പാർലമെൻറ്റാണ്. അതായത് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാനായി അധികാരമുള്ള ഒരു വിഷയത്തിലാണ് പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുക. അങ്ങനെ പാസ്സാക്കിയിരിക്കുന്ന നിയമമാണ് വഖഫ് നിയമം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അതോറിറ്റി, അതിൻ്റെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകേണ്ടതില്ല. എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ എന്ന് പരിശോധിക്കുക കൂടി ചെയ്യുന്നുണ്ട് കേരള ഹൈക്കോടതി. അതിൻ്റെ ഭാഗമായി വസ്തുക്കളുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും പരാമർശമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരള ഹൈക്കോടതി തയ്യാറായത്. വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ, അതോ രണ്ട് സർക്കാരുകൾക്കും ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ആ കാര്യത്തിലുണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റോ യൂണിയൻ ലിസ്റ്റോ കൺകറൻറ്റ് ലിസ്റ്റോ ഒന്നും തന്നെ പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായി പറഞ്ഞില്ല എങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം യൂണിയനാണ് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. എന്തായാലും കോടതി ഇതെല്ലാം തന്നെ പരിഗണിച്ചതിന് ശേഷം കണ്ടെത്തിയിരിക്കുന്നത് കേരള സർക്കാർ നിയമിച്ചിരിക്കുന്ന കമ്മീഷന് മുനമ്പത്തെ വഖഫ് തർക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തീർപ്പ് കൽപ്പിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള അധികാരവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ കമ്മീഷൻ്റെ നിയമനം അസാധുവാണ് എന്നാണ്. അതിന് സുപ്രധാനമായിട്ടുള്ള 1/2 ഡസൻ പോയിന്റുകളാണ് കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിധിന്യായത്തിൽ പറയുന്നത്. അതിലൊന്ന്, വഖഫ് ബോർഡിൻ്റെ യാതൊരു വിധത്തിലുള്ള കാഴ്ചപ്പാടുകളും ഈ വിഷയത്തിലെ മുൻ കണ്ടെത്തലുകളും സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നാണ്. അതായത് നിലവിലെ നിയമമനുസരിച്ച്, ഭേദഗതി വരുന്നതിന് മുമ്പുള്ള നിലവിലിരിക്കുന്ന നിയമമനുസരിച്ച് വഖഫ് നിയമങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ബോർഡും അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലുമാണ്. അങ്ങനെ വഖഫ് ബോർഡ്, വഖഫ് ട്രിബ്യൂണൽ എന്നിവർ പരിഗണിക്കുന്ന വിഷയത്തിൽ അവരുടെ മുൻ നിലപാടുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, നിലവിലുള്ള വഖഫ് നിയമത്തിലുള്ള വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നാണ്. അതായത് വഖഫ് ബൈ യൂസർ പോലെയുള്ള വളരെ ജനാധിപത്യരഹിതമായിട്ടുള്ള പല പ്രൊവിഷനുകളും നിലവിലുള്ള വഖഫ് നിയമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് നിലവിൽ നിയമസാധുതയുമുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യവും സംസ്ഥാന സർക്കാർ ഈ കമ്മീഷനെ നിയമിക്കുന്ന സമയത്ത് പരിഗണിച്ചിട്ടേ ഇല്ല എന്നുള്ളത് അടുത്ത ന്യൂനതയാണ്.
3 വഖഫുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ ഒരു കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നതാണ്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ആ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചില്ല. ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതായിരുന്നു, അതിന് അനുമതി നൽകിയതാണ് എന്ന കാര്യവും ഈ കമ്മീഷനെ നിയമിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ പരിഗണിച്ചില്ല. തന്നെയുമല്ല, വഖഫുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു റിട്ട് തീർപ്പാക്കിയതാണ് എന്നുള്ള വിഷയവും സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഇത് കൂടാതെ ട്രിബ്യൂണലിന് മുന്നിലിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്ത് തരത്തിലുള്ള തീർപ്പ് കൽപ്പിക്കാനാണ് ഈ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കാൻ പോയത് എന്നുള്ളതാണ് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെ 6 സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വാദത്തിൻ്റെ സമയത്ത് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകർക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. ഈ 6 പോയിന്റുകളും വളരെ കൃത്യമായിട്ട് വിധിന്യായത്തിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറയുന്നുണ്ട്. ഇനി സംസ്ഥാന സർക്കാരിന് ഒരു കമ്മീഷനെ തീരുമാനിക്കാനും കമ്മീഷന് ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു തീർപ്പ് കൽപ്പിക്കാനുമുള്ള അധികാരം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ കമ്മീഷന് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ അഥവാ ടേംസ് ഓഫ് റെഫറൻസ് എന്തായിരുന്നു, അദ്ദേഹത്തിന് എന്തൊക്കെ തരത്തിലുള്ള അധികാരമാണ് നിയമപ്രകാരവും ടേംസ് ഓഫ് റെഫറൻസ് പ്രകാരവും ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചും ഇവിടെ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, വസ്തുവിൻ്റെ ഈട് അല്ലെങ്കിൽ ആധാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഈ ജുഡീഷ്യൽ കമ്മീഷന് ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചോദ്യമുണ്ടായാലും അതിന് മറുപടി പറയേണ്ടത് ഈ കമ്മീഷൻ ആയിരുന്നില്ല എന്ന് ഹൈക്കോടതി വ്യക്തമായി പറയുന്നു. രണ്ടാമത്തേത്, ജുഡീഷ്യൽ കമ്മീഷൻ എന്നൊരു ഓമന പേരിലാണ് ഈ കമ്മീഷൻ അറിയപ്പെട്ടത് എങ്കിലും സ്വഭാവത്തിൽ അതൊരു ജുഡീഷ്യൽ കമ്മീഷനോ അർദ്ധ ജുഡീഷ്യൽ സംവിധാനമോ ആയിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ കേവലം ആൾക്കാരോട് പറയുന്നതിൻ്റെ ഭാഗമായി മാത്രം ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുകയും എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനോ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ കമ്മീഷനോ അല്ലാതിരിക്കുകയും ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു ഈ കമ്മീഷൻ ഉണ്ടായിരുന്നത് എന്നത് ഹൈക്കോടതി വിധിയിൽ നിന്ന് വ്യക്തമാവുകയാണ്. അടുത്തത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമാണ്. ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ച് ഒരു പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സവിശേഷ അധികാരവും ഈ കമ്മീഷനില്ല. അതായത് കമ്മീഷന് ഇതൊക്കെ തന്നെ കേവലം പഠിക്കാം എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്നുള്ള ഒരു നിർദ്ദേശമോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമോ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഈ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് അദ്ദേഹത്തെ എംപവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അടുത്തത്, ഇനി അഥവാ ടേംസ് ഓഫ് റെഫറൻസിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും സത്യത്തിൽ ഈ കമ്മീഷന് അതിനുള്ള പവറൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞിരുന്ന 1/2 ഡസൻ പോയിന്റുകളാണ്. അതിൽ പ്രത്യേകിച്ച് നിലവിലുള്ള നിയമം അനുസരിച്ച് വഖഫ് ട്രിബ്യൂണലിന് മുന്നിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജായിരുന്ന ഒരു വ്യക്തി എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിന് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളുണ്ടാവുകയും അത് ട്രിബ്യൂണലിൻ്റെ തീരുമാനത്തിനെ സ്വാധീനിക്കുക വരെ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നതെല്ലാം പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് കോടതി കണ്ടെത്തുന്നത്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം സർക്കാരിന് ഈ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ നിർദ്ദേശം സ്വീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള യാതൊരു വിധത്തിലുള്ള ബാധ്യതയും സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നുള്ളതും വ്യക്തമാണ്. എന്നുവെച്ചാൽ വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിൻ്റെ ഭാഗമായി ഒരു കമ്മീഷനെ നിയമിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സംവിധാനവും ഇല്ലാത്ത ഒരു കമ്മീഷന് വെറുതെ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന രീതിയിലത്തേക്കുള്ള പേര് പറയുന്നു. എന്നിട്ട് സർക്കാരിനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് എന്നൊരു ന്യായവാദവും പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ കൊണ്ടുവരുന്നിരിക്കുന്ന നിയമ ഭേദഗതി അത് ഏതെങ്കിലും ഒരു സമയത്ത് നടപ്പാവുകയാണ് എങ്കിൽ അതങ്ങ് നടപ്പാക്കാം, അതിൻ്റെ എന്തെങ്കിലും പഴിയുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മേൽ ചുമത്താം, അതുവരെ സംസ്ഥാന സർക്കാർ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്ന് കാട്ടിക്കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥാപനം എന്നത് സർക്കാരിൻ്റെ ചിന്തയിൽ തന്നെ ഉണ്ടായത്. അതല്ലാതെ സർക്കാരിന് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരർത്ഥത്തിലും മനസ്സർപ്പിക്കാതെ കേവലം യാന്ത്രികമായി മാത്രമാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പെരുമാറിയത് എന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത്. സംസ്ഥാന സർക്കാരിന് മുൻപത്തെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതിനി ചെയ്യേണ്ടത് ഈ തീരുമാനത്തിനെ കോടതിയിൽ പോയി ചാലഞ്ച് ചെയ്യുന്നതിന് പകരം കേന്ദ്ര സർക്കാരിൻ്റെ പുതുതായിട്ട് വന്നിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമത്തിനോട് ഞങ്ങൾ പൂർണ്ണമായും ചേർന്ന് നിൽക്കുകയാണ്, അതിനെ പിന്തുണയ്ക്കുകയാണ് എന്ന് പറയണം. പക്ഷേ രാഷ്ട്രീയമായി BJPയെ പിന്തുണയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല, അല്ലെങ്കിൽ CPMന് കഴിയില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ മുനമ്പത്തുള്ള 600-ലധികം വരുന്ന കുടുംബങ്ങളുടെ ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു വാദത്തിനോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ ഭേദഗതി നിയമം നടപ്പിലാകുന്നതോടുകൂടി മുനമ്പത്തെ ജനത അനുഭവിച്ചിരുന്ന ദുരിതത്തിന് ഒരു അറുതിയാകും എന്ന് തന്നെയാണ്.
കാരണം സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി എവിടെയെങ്കിലും വഖഫാണ് എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം ഓൾറെഡി നടക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലും ഈ ഭേദഗതി നിയമം പ്രാവർത്തികമാകും എന്ന രീതിയിലത്തേക്കാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുനമ്പത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഒരു രാഷ്ട്രീയ അവസരം ഉണ്ടായിട്ട് പോലും അത് കൃത്യമായി പ്രയോഗിക്കാതെ മുനമ്പത്തെ ജനതയുടെ ദുരിതം മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കാത്ത രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയ കക്ഷികളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.